C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. തേങ്ങ ചിരണ്ടിയിട്ട് ആ ഒരു മുറി കഴിയുമ്പോഴേക്കും അടുത്ത ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവര് ഫ്രണ്ടിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പഞ്ച് ഡയലോഗ് അവിടെ ചെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത മുറി തേങ്ങ തരും. 10 മിനിറ്റിൽ ഏറ്റവും അധികം തേങ്ങ ചിരണ്ടി ഫിനിഷ് ചെയ്യുന്ന ടീമിനായിരിക്കും അഡ്വാൻറ്റേജ് കിട്ടുക. നേരത്തെ പോലെ തന്നെ നമ്മുടെ ടാസ്കില് കൈ കെട്ടിയിട്ടായിരിക്കും നിങ്ങൾ കുക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ ഈ ക്യാരക്ടറുമായിട്ട് കൈ എന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇതാണോ? അല്ല, മിസ്സിംഗ് മേജർ മിസ്സിംഗ്. ഓക്കെ, അപ്പൊ കൈ കെട്ടിയിട്ടായിരിക്കും കുക്ക് ചെയ്യുക. കൈ കെട്ടിയിട്ട് അപ്പൊ അഡ്വാൻറ്റേജ് കിട്ടുന്ന ടീമിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാസ്റ്റ് 5 മിനിറ്റ്സ് കൈ അഴിച്ചിട്ട് ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പ്രോത്സാഹിപ്പിച്ചോളൂ എല്ലാവരും. ഞാൻ പ്രോത്സാഹിപ്പിക്കൂ. 10 മിനിറ്റ് ആണ് സമയം. അവരെ നമുക്ക് ഉന്മൂലനം ചെയ്യണം. എന്തിന്? കറി വെക്കൂലേ നമ്മൾ? ഉന്മൂലനം ചെയ്യാനുള്ള കാര്യം എന്തുള്ളൂ? നമ്മൾ കറി വെച്ച് കഴിഞ്ഞ് ഉന്മൂലനം ചെയ്യാം. പുഴുങ്ങല്ലേവകാരി ഒന്നല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് നോട്ടീസ് ഉറപ്പാണ്. പേടിക്കുന്ന നന്നായിരിക്കട്ടെ, നാക്ക് പൊന്നായിരിക്കട്ടെ. പെട്ടെന്നാട്ട് യമുന പെണ്ണ്, പെട്ടെന്നാട്ട്. എവിടെ പെണ്ണേന്നൊക്കെ നിന്റെ മറ്റേ സ്വഭാവം എടുക്കലാണ് സിനിമയിലെ. അതെടുക്കല്ലേ ഏട്ടാ. കയ്യങ്ങള് വേണ്ട. എന്റെ കൂട്ടുകാരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക് ഈസ് എ ഡയർട്ടി ബിസിനസ് എന്ന്. ആ കൗണ്ടറില്ലേ പോകുമ്പോ കൊണ്ടുപോകണം, അല്ലെ ഇവിടെ ചെയ്യും ആറും. അല്ല, പക്ഷെ പുള്ളി തേങ്ങ കൊണ്ടുപോയി. നല്ലൊരു ഡയലോഗ് പോയി പറഞ്ഞു. നേരെ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പച്ചനെ കൊന്നിട്ട് ജയിലിൽ പോയ ആരും മതി. സ്വന്തം തന്തേ കൊന്നവനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നിന്റെ അച്ഛനല്ല എന്റെ തന്തേനല്ല കൊന്നത്. എന്താ ഇത്? ഇങ്ങനെയെങ്കിലും കരക്ക് പറ്റിക്കണേ. അടുത്ത ഡയലോഗും പഠിച്ചു പോയി. അടുത്ത ഡയലോഗ് ആലോചിച്ച് വെച്ചോ. അതിപ്പോ ചേർത്ത് തീരും. ഡയലോഗ് ആലോചിച്ച് വെച്ചോളാം. ഗ്യാസിന് വില കൂടി നന്നാലും ഇവനെ കത്തിച്ചെന്ന്. അടക്കാൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് വെറുതെ ഉടക്കാൻ നിക്കല്ലേ, ഉടച്ച് കയ്യെ തരിഞ്ഞാൽ. സവിത ചേച്ചി, അവര് 2 തേങ്ങ മാസ് ഡയലോഗ് അടിച്ച് 2 മുറി ചിരണ്ടി കഴിഞ്ഞു. 3ാമത്തെ മുറി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വാ. അമ്മേ, നാളെ ദുബായിക്ക് പോവാണമ്മേ. തിരിച്ചു വരുമ്പോൾ എന്ത് കൊണ്ടുവരണം അമ്മേ? അമ്മ എന്നെ എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. 10 മാസം ചോണല്ലേ അമ്മ കൊട്ടയിലേക്ക് ഇറങ്ങിയ 15 വർഷം തീരും. എന്റെ കൈ പെട്ടെന്ന് മാറിയിക്കാൻ പറഞ്ഞു. എന്നോടാണോ ചേട്ടനോടാണോ? ചേട്ടനോടാണെങ്കിൽ അടുക്കളയിൽ വെച്ച് പറഞ്ഞാൽ വീട്ടിലുണ്ട്. മാറ്റിക്കില്ലേ കുഞ്ഞെ? എന്റെ കൈ കെട്ടഴിക്കത്തില്ല. അല്ല, അതല്ല, ഈ ചെരവീഞ്ഞെടുത്തേ എന്റെ തലക്കടിക്കാനാ. 4.5 മുറി തേങ്ങ ചിരണ്ടി യമുന ചേച്ചിയാണ് ലീഡ് ചെയ്യുന്നത്. എനിക്ക് നേരത്തെ അറിയായിരുന്നു യമുന തേങ്ങ തിന്നു ജയിക്കുമെന്ന്. അപ്പൊ കൈവക്കാൻ വേണ്ടി ഈ സൈഡിൽ മാത്രം ഇത് പിറ്റിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കുള്ള മെയിൻ ടാസ്കിലേക്ക് കടക്കാം. അപ്പൊ ഇവർക്കാണ് ലാസ്റ്റ് മിനിറ്റ് കൈ അഴിക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത്. ദേവൻ ചേട്ടനായിരിക്കും കുക്ക് ചെയ്യുക. നമ്മുടെ ഭീമൻ രഘു ചേട്ടന്റെ ക്യാരക്ടർ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഹരിച്ചേട്ടനായിരിക്കും കുക്ക് ചെയ്യുക. ഞാൻ ഓക്കെ ഉള്ളോ? ഡാൻസ് മാസ്റ്റർ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിത്യ, ഇവരെന്താണ് കുക്ക് ചെയ്യേണ്ടത്? ഹരിച്ചേട്ടൻ പൂരിയും ചന മസാലയും. ചനാ മസാല ചന മസാല ഇതോ? അവിടെ ചപ്പാത്തിയും ചെമ്മീൻ ഫ്രൈയും. ചെമ്മീൻ റോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവരുടെ കൈയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹരിച്ചേട്ടൻ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കി തരുന്നുണ്ടോ? സമയം അടുക്കളയിലോട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ആയോ? കവടിയുടെ പലകെ പസ്മും. അല്ല, അത് തന്നെ ഇപ്പൊ ഇവിടെ ചെയ്തോണ്ടിരിക്കണത്. സവിത ഭയങ്കര എനർജറ്റിക് ആണ് കേട്ടാ. ഓരോ സാധനങ്ങള് ലീഡ് ചെയ്യാൻ ബെസ്റ്റാ. അതെ. ഞാനല്ലേ നിക്കുന്നത്, എങ്ങനെ അവതരിക്കും? അല്ല, അവർക്ക് കണ്ണ് തട്ടാണ്ടിരിക്കണ പോലെ ഉണ്ട്. അവനെ മനസ്സിൽ വിചാരിച്ച മാവങ്ങോട്ട് കുഴക്കങ്ങോട്ട്. ഇവിടെ എന്തായി? ഞങ്ങളെല്ലാം റെഡി. അവന്റെ മുഖം എനിക്ക് മാവ് കാണുമ്പോ ഓർമ്മ വരുന്നത്. ഇടിച്ചങ്ങോട്ട് പരത്തങ്ങോട്ട്. അരി എങ്ങോട്ടാ? ഹരി, ഇത് കണ്ട
എന്റെ ചേട്ടൻ സവാള അരിയുന്നത് കണ്ടോ? സവാള ഗിരിഗിരി ഏജന്റ്. അവിടില്ല ഇത് റൗണ്ട് ആക്കി. ആ ചേച്ചി കിടന്ന് അവസാനം പടി ഇട്ടു കേട്ടോ. വേഗം നോക്കിക്കോളൂ. ഡാൻസ് മാസ്റ്റർ നീ ആരെ സഹായിക്കാൻ വന്നതാണ്? ആരെ സഹായിക്കാൻ വന്നതാണ്? ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ സഹോദര? വെളുത്തുള്ളി എവിടെ ഇല്ലേ അതില്ലേ? വെളുത്തുള്ളി ഇല്ല. വെളുത്തുള്ളി ഇല്ലല്ലോ. ഓക്കെ മതിയോ? ഉണ്ടോ വെളുത്തുള്ളി? ഓക്കെ മതിയോ? ഇവിടെ രണ്ട് പാത്രം വെളുത്തുള്ളി ഉണ്ട്. കൊഞ്ചി നമ്മൾ കഴിക്കും. 3 ചപ്പാത്തി എന്റെ നിർത്തി കൊടുക്കണേ. ഇതിന്റെ സംഭവങ്ങൾ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുന്നത് ഇത് പോലും അറിയത്തില്ല. അടിപൊളി. ആര് പറഞ്ഞു ഹരിച്ചേട്ടൻ പരത്താൻ അറിയില്ലത്? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഹരിച്ചേട്ടൻ ഉരുട്ടാ മാത്രമല്ല പരത്താനും അറിയാം. സൂപ്പർ. മസാല ഉണ്ടാക്കണില്ലേ ഹരിച്ചേട്ടാ? അടുപ്പത്ത് കടല വേവിക്കാൻ വെച്ചിരിക്കാം. പൂരി ഇപ്പോഴേ പരത്തി വെച്ചാ അത് പൊങ്ങത്തില്ല. അത് എണ്ണ ചൂടായിട്ട് അതിൽ മുക്കിയിട്ട് പരത്തണം നല്ലേ. നിത്യ ഞാൻ പറഞ്ഞോളാം. നിത്യക്ക് വേണ്ടി എന്ത് വേണം? ഐ ലവ് യു. ഗരം മസാലയോ പൊടിച്ച മസാല എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും. ഒരു ഫോൺ തരാം അറിയാം. എന്തിന് അമ്മേനെ വിളിച്ചു പറഞ്ഞ ഞാൻ സെറ്റാക്കി ഒരു സാധനത്തിന്. ഇനി ജസ്റ്റ് ഒന്ന് കുറച്ചു മീഡിയം ഫ്ലെയിമില് മതി. ഇവിടെ എന്തായി? ഇവിടെ ഞങ്ങള് വിട്ടുകൊടുക്കത്തില്ല. കൊച്ചെ അവന്മാരെ ഉന്മൂലനം ചെയ്യും. ഇവന്റെ ഞങ്ങൾ കപ്പ് കൊണ്ടേ പോകൂ. ഈ കപ്പ് കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ടുമാണ് എന്റെ മാരേജ്. പിന്നെ കപ്പിനകത്തുനിന്ന് ഞാൻ കുപ്പിക്കകത്താക്കോടാ. ദേവന്റെ കളി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ ചപ്പാത്തി മുട്ടക്കോഴി പോലെ ആക്കാതെ. മുട്ടക്കുഴിയാ? കോഴി മുട്ട പോലെ. രവിച്ചേട്ടാ ഞാൻ പരത്താം. അല്ല സൊമാലിയൻ ചപ്പാത്തി. ആ ചപ്പാത്തി പോലെ കൊച്ചു പിള്ളേരെ ചങ്കി പോലെ ഉണ്ടാ ചപ്പാത്തി. അല്ല രഘുചേട്ടന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഇങ്ങനെ ആക്കി കളയും. ചങ്കി പോലെ ആക്കൂ. അറിയാവല്ല കാര്യങ്ങളാ പറഞ്ഞു കൊടുക്കാം അവന്റെ അടുത്ത്. കൊഞ്ച് തട്ടാൻ പോന്നു. കൊഞ്ച് ദേവേട്ടാ കൊഞ്ച്. ദേവേട്ടന്റെ കൊഞ്ച് ദേവേട്ടാ തോടാ. ഇയാള് ശരിയല്ല. നിങ്ങൾ ഇതെന്താണ് ഉണ്ടാക്കി? ഇത് സബിത ചേച്ചി ചുമ്മാ പറത്തില് മാത്രമല്ല. അയ്യോ കബഡി നൃത്തം പോലെ എല്ലാ പാചകം കുറച്ചൊക്കെ കലാപരമായിട്ട് ചിന്തിക്കണം. ഒരു അപ്പുറത്തെ പ്ലേസ് ഉണ്ട്. ലാസ്റ്റ് ഒരു 8 മിനിറ്റ്സിലാണ് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കണേ. നിങ്ങളുടെ ചന മസാല എവിടെ എത്തി? ചന മസാല നോക്കേ. ആക്ച്വലി എന്താന്ന് വെച്ചാലുണ്ടല്ലോ, കുക്ക് ചെയ്യുന്നവർക്ക് കണ്ടോണ്ട് നിൽക്കുമ്പോൾ വളരെ സിമ്പിൾ ആണല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് കുക്കിംഗ് അറിയാത്ത ഒരു ഭയങ്കര മണ്ടത്തരമായിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ അറിയില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും ശരിക്കും. ഓ മൈ ഗോഡ്. കണ്ടത് കിഷോറെ? എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയോ അമേരിക്കയിൽ എന്താ പണി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നു പണി? സ്കൂളിലും പോയിട്ടില്ല. 3ാം ക്ലാസ്സിലാണ് സ്കൂളിൽ പോയെന്ന് പറയുന്നുണ്ട്. ചേട്ടാ അമേരിക്കയിൽ ശരിക്കും എന്തായിരുന്നു പണി? തന്നെ പണി. പുള്ളി എറിഞ്ഞു പിടിയുടെ ആളാ. ലാസ്റ്റ് 5 മിനിറ്റ്സ് ആണ്. പെട്ടത് കവിത ചേച്ചി പറഞ്ഞു കൊടുത്താൽ മതി, അവര് ചെയ്യട്ടെ. 2 സ്പൂൺ ഇട്.
ലാസ്റ്റ് 5 മിനിറ്റ്സ് കൈ കഴിക്കാലോ. ലാസ്റ്റ് 5 മിനിറ്റ്സ് നിങ്ങൾക്ക് കൈ കഴിക്കാം കേട്ടോ ദേവൻ ചേട്ടാ, കൈ കഴിക്കാം. മാറണ്ണ എത്തിയ ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി കൂട്ടിത്തരോ? ഏട്ടന് വേണ്ടി ഒരു 5 മിനിറ്റ് കൂട്ടിത്തരാണെങ്കിൽ ഇതൊന്ന് ഫിനിഷ് ചെയ്യാമായിരുന്നു. അതിനി 10 മിനിറ്റ് കൂട്ടിയാലും കാര്യമില്ല, ഒരു കാര്യം നടക്കൂല. ചേട്ടാ മാറ്റിക്കോ മതി. ചേട്ടാ ക്യാരക്ടർ മാറി. ഇത് അഷ്ടല ഹോട്ടലിലെ ജോലിക്കാരല്ലേ തലയിൽ തോർത്തൊക്കെ കെട്ടിട്ട് ഇപ്പൊ ആലോചിച്ചോക്ക്. എന്ത് ചൂടാ. അതെ, ആ ബീബൻ ചേട്ടനായിട്ട് വന്നിട്ട് ആളാ ക്യാരക്ടർ ഒക്കെ വിട്ടിട്ട് അവിടെ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല വേറെ കേസുണ്ട്. ഞങ്ങൾക്ക് സംസാരം കുറവും പണി കൂടുതലുമാണ്. നമ്മുടെ പണി കുറവും സംസാരം മാത്രമേ ഉള്ളൂ. Oh my God. അമേരിക്കൻ സ്റ്റൈൽ ജിഞ്ചില്ലാക്കടി. ടൈം അവസാനിക്കാറായി. ഞങ്ങളുടെ കറി റെഡി. ഞങ്ങളുടെ കറി എപ്പോഴേ റെഡി. ചേട്ടാ ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ ചെയ്യും. വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.